ഞാൻ ദുഃഖിച്ചിരുന്നാൽ എനിക്ക് ആ ദുഃഖം ഭാവിയിലേക്ക് കൂടി ബാധിക്കും. എൻ്റെ ഭാവി രക്ഷപ്പെടാൻ പോലും ആ ചിന്തകളെ കൊണ്ട് പറ്റില്ല. അത് ഉറപ്പാണ്. കാരണം എന്താണ്, നമ്മുടെ സമയം കഴിഞ്ഞു. എന്നാൽ ഈ സമയത്ത് ഇപ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഭാവി നമ്മളെ പ്രതീക്ഷയാണ് അല്ലേ? ഇതാണ് ജീവിതം. ഇതാണ് ഇപ്പം നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്. അവിടെ നമുക്ക് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് അതിൻ്റെ പീക്കിൽ ആസ്വദിക്കാം. ദുഃഖം നമുക്ക് വേണം. എന്തിലെ സന്തോഷത്തിന് വിലയുള്ളൂ? സന്തോഷം മാത്രമുള്ള ഒരാളെ കുറിച്ച് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കേ. ഒരു സന്തോഷമുള്ള ഒരാൾ മാത്രം, അയാൾക്കൊരു ദുഃഖമില്ല, അയാൾക്കത് ആസ്വദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം എന്താണ്, അയാൾക്ക് അയാളുടെ പ്രശ്നം എന്താണെന്ന് അറിയില്ല, ദുഃഖം എന്താണെന്ന് അറിയില്ല, സന്തോഷം എന്താണെന്ന് പോലും അയാൾക്ക്. എന്നോട് കുറച്ച് മുന്നേ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞു, ഞാൻ ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ല. ഒരാൾ പറഞ്ഞാണ് സ്വപ്നം എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം അത് പലരും പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇമാജിനേഷൻ പോലെയാണ് അത്, അനുഭവങ്ങൾ ഇതിങ്ങനെയാണ് അങ്ങനെയാണ്. ഇവർ സ്വപ്നത്തെ തേടിക്കൊണ്ടിരിക്കുക. കണ്ടെത്താൻ പറ്റുമോ? ആർക്കെങ്കിലും അവർക്ക് കണ്ടെത്തി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അത് നമ്മൾ തന്നെ അനുഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ കുറേ സംഗതികൾ നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ അനുഭവിക്കണം. അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് നല്ലതുണ്ടാകുമ്പോൾ നമുക്ക് ആ നല്ലത് കൂടി മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം നമ്മുടെ ലൈഫിൽ നമുക്ക്. അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി. ഇവരെന്ത് പറയും ഞാൻ സംസാരിച്ചാൽ, ഞാൻ അങ്ങനെ ചെയ്താൽ ഇവരെന്ത് പറയും, എൻ്റെ അയൽവാസികൾ എന്ത് പറയും, എൻ്റെ കുടുംബക്കാരെന്ത് പറയും. അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവരെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. നമ്മളെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എത്ര പേര് ജീവിക്കുന്നുണ്ട്? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര പേര് ജീവിക്കുന്നുണ്ട്? അതെന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നു അന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. സെൽഫ് ലവ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മളെ സ്നേഹിക്കാത്തോടത്തോളം കാലം നമ്മൾ മക്കളോട് നിനക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. നമ്മുടെ ഹസ്ബൻഡിനോട് പറയുന്നതിൽ ഒരർത്ഥമില്ല. നമ്മുടെ ഭാര്യയോട് പറയുന്നതിൽ ഒരർത്ഥമില്ല. നമ്മുടെ മാതാപിതാക്കളോട് പോലും പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ചില കുടുംബത്തിലൊക്കെ എടുത്ത് നോക്കിയാൽ പറയും എന്നെക്കാൾ ഇഷ്ടമാണ് ആരെ? മറ്റവൻ അല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് നമ്മളോട് ഇഷ്ടമില്ല. നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വരും. സാഹചര്യങ്ങളെല്ലാം അനുകൂലം. സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ, സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ രഹസ്യം, അതിൻ്റെ മലയാളം പതിപ്പ് വാങ്ങാൻ കിട്ടും, ഇംഗ്ലീഷിൽ. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ തീരുമാനിച്ച് ഉറച്ച് നേടണമെന്ന് നിങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പോകരുത്. ഒന്നും കൂടി അതിനോടൊപ്പം പറയുന്നു, നിങ്ങളോടൊപ്പം ഈ പ്രപഞ്ചം തന്നെ കൂടെയുണ്ട്. നിങ്ങൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ പുറത്തേക്ക് വെറുതെ ഞാൻ അതന്നെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളെയും തേടിക്കൊണ്ടിരിക്കുന്നത്. അത് സാഹചര്യമാവട്ടെ, ബന്ധങ്ങളാവട്ടെ, അവസ്ഥകളാവട്ടെ, എന്തോ ആവട്ടെ, ഇത് നമ്മളെയും തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉറപ്പിക്കുക, നമ്മൾ വിജയിക്കും എന്നുള്ളത് ഉറപ്പിക്കുക. ഒരു സംശയമില്ലാതെ ഉറപ്പിക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക. നമ്മുടെ ഓരോ സമയത്തും നമുക്ക് എന്താണോ നമ്മളെ ഗോളിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത് അതെത്തുക. ഇപ്പൊ അവര് രണ്ടുപേര് കുട്ടികളാണ്. അവർക്ക് അവരുടെ മുമ്പിൽ എന്തുണ്ടാവും? എക്സാം ഉണ്ടാവും അല്ലേ? അവരെ എക്സാം ഉണ്ട് എന്നുള്ള ഇതിൽ മാത്രം ഇരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലേ? അവരതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയം. നമ്മൾ പലരും പറയുന്ന ഒരു കാരണമല്ലേ, സമയമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് സമയമില്ലാത്തത്? സമയമില്ലാത്തതാണ്. എനിക്കുള്ള സമയം തന്നെയാണ് നിങ്ങൾക്കുള്ളത്, എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ചിലർ കൂടുതൽ ചെയ്യുന്നു അല്ലേ? ചിലർക്ക് അവരുടെ സമയം ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം? നമ്മൾ ആ സമയത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. ടു ഡു ലിസ്റ്റ് എന്ന് പറയും. നമ്മളൊരു ദിവസം എന്താണോ ചെയ്യേണ്ടത് അത് തലേന്ന് ദിവസമോ അല്ലെങ്കിൽ രാവിലെയോ നമ്മൾ എഴുതി വെക്കുക. ഇന്ന സമയത്ത് ഇന്ന കാര്യം.
അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യണം, അതിൽ ചെയ്ത കാര്യങ്ങൾ ടിക്ക് ചെയ്തു പോകും, ചെയ്യാത്ത കാര്യങ്ങൾ പിറ്റത്തെ ദിവസത്തേക്ക് വീണ്ടും വെക്കും. അങ്ങനെ പോകുന്ന എഴുതി വെച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അവര് ലൈഫിൽ വലിയ റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ വിടുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നൊരു സാധനമുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ അത് നമ്പറിട്ട് എഴുതുക. നമ്മളെ കുറേ ബന്ധങ്ങൾ അതും അതേപോലെ നമ്പറിട്ട് എഴുതുക. നമ്മൾ അവരേറ്റവും സമയം ചെലവഴിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പെടും. എന്നിട്ട് നമ്മളൊരു ഗോള് മീൻസ് നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 15 ലക്ഷം തന്നെ കുട്ടികൾ മാസ്റ്റർ ക്ലബ്ബ്, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ബൈ കിട്ടുന്നതാണ്. സ്റ്റാർ ക്ലബ്ബും ക്രൗൺ ക്ലബ്ബൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമ്മൾ മാസ്റ്റർ ക്ലബ്ബ് മാത്രം നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് 15 ലക്ഷം. ഈ 15 ലക്ഷത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ മുമ്പ് ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ വരുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, ആ ഗോളിലേക്ക് പോകുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന സമയത്തെ കുറക്കുക. നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും, അപ്പൊ അതിൽ കുറച്ച് സമയം കുറക്കുക. ബന്ധങ്ങളും അതുപോലെ തന്നെ, നമ്മുടെ ബന്ധങ്ങളും അതിലേക്ക് ആവശ്യമുള്ള ബന്ധങ്ങളിലേക്ക് കൂടുതൽ സമയം കൊടുക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ സമയം കുറച്ച് കുറക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു ഇതുണ്ടാവും, നമുക്ക് പോകാനുള്ള ഒരു റൂട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ സമയം, ഇന്ന സമയത്ത് ഞാനത് നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ ആ സമയത്തേക്ക് നമ്മൾ ഓരോ സമയത്തെയും ഓരോ ഇപ്പുറത്തേക്ക് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതാക്കിയിട്ട് ഒരാഴ്ച എന്ത് ചെയ്യണം, ഒരു ദിവസം എന്ത് ചെയ്യണം, ഈ മണിക്കൂറിൽ എനിക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈമിൽ ഞാൻ എവിടെ അതിനു വേണ്ടി തുടങ്ങണം. ഇതൊക്കെ നമ്മുടെ കയ്യിൽ കൃത്യമായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് നമുക്ക് അനുഭവിക്കാം. എത്ര പേര് ഇതിൽ സെൽഫ് ലവ് അനുഭവിച്ചവരുണ്ട്? സ്വന്തം ഇഷ്ടത്തെ കണ്ട് മനസ്സിലാക്കിയ പറഞ്ഞിട്ടുണ്ട്. കരഞ്ഞിട്ടുണ്ടോ? സെൽഫ് ലവ് ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. വേറെ ആരാളെ സെൽഫ് ലവ് എന്ന് പറഞ്ഞ സാധനം, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എങ്ങനെ ചെയ്യാന്നും കൂടി ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ആംബിയൻസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട്, കാരണം ഈ ശബ്ദം എന്നുള്ളിടത്ത് നമ്മൾ ചെയ്ത തെറ്റില്ല. നമ്മളൊരു സ്ഥലത്ത് നമുക്ക് കുറേ സാധനങ്ങൾ വേണം. അതിലൊന്ന് നമ്മുടെ കോർണർ, മാജിക് കോർണർ എന്ന് പറയാം, മിറാക്കിൾ കോർണർ എന്ന് പറയാം, നമുക്ക് എന്ത് പേരിട്ടും അതിനെ വിളിക്കാം. മാത്രം നമ്മുടെ കാര്യങ്ങൾ ചിന്തിച്ചും നമുക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു സ്ഥലം, അതാണ് നമ്മുടെ മിറാക്കിൾ കോർണർ. ഓക്കെ, ഈ സ്ഥലത്ത് നമ്മൾ പോയിരുന്നിട്ട് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, നമ്മൾ ദേഷ്യപ്പെട്ടാണോ കാണുന്നത്, ചിരിച്ചാണോ കാണുന്നത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ആ മുഖത്തോട് നമ്മൾ ചിരിക്കും, അപ്പൊ നമ്മോട് തിരിച്ചു ചിരിക്കും, അല്ലേ? അങ്ങനല്ലേ സംഭവിക്കാം? നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ സാധാരണ സമയത്ത് എങ്ങനെ നിൽക്കുന്നു, അത് ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കാം, ചിലപ്പോൾ പുഞ്ചിരിയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുടി നരച്ചിട്ടുണ്ടാവും, വിഷമം ഉണ്ടാവും, നമ്മുടെ മുഖത്ത് ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടം കാണാം, അല്ലേ? അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ മുഖത്തോടൊന്നും ചിരിക്കുമ്പോൾ നമ്മളോട് തിരിച്ചു പുഞ്ചിരിക്കും, അല്ലേ? ആരെങ്കിലും കണ്ടോട്ടെ, പ്രശ്നമൊന്നുമില്ല. കുറച്ച് ദിവസം ചിലപ്പോൾ അവർ പറയും അവന് വട്ടായി എന്നൊക്കെ പറയും. ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതി നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്കൊന്നും നേടാൻ പോകുന്നില്ല. നമ്മൾ പുഞ്ചിരിക്കുക, നല്ലോണം ചിരിക്കുക. അപ്പൊ നമ്മളോട് തിരിച്ചും ചിരിക്കുന്നത് കാണാം. വളരെ ഇഷ്ടത്തോടു കൂടി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, പുറത്തുനിന്നല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ മുഖത്തോട് പറയാം ഐ ലവ് യു. എത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും?
ഐ ലവ് യു എന്ന് പറയുക. അപ്പൊ നമ്മൾ നമ്മളോട് ഐ ലവ് യു എന്ന് പറയാതെ മറ്റുള്ളവർ പറയുന്ന ഐ ലവ് യുയിൽ എത്ര ഇതുണ്ടാവും, ആത്മാർത്ഥത ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം ആദ്യം. അപ്പോഴേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുള്ളൂ. നമ്മൾ മക്കൾക്കും വേണ്ടി ജീവിക്കുകയാണ്, കുടുംബത്തിനും വേണ്ടി ജീവിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റോ അവസാനമായിട്ട് എല്ലാ മക്കളും ഒരേപോലെ അല്ല. മറ്റു കാര്യം, എല്ലാ മക്കളും ഒരേപോലെയല്ല. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നിടത്തോളം അവർക്ക് നമ്മുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാവില്ല. നമ്മൾ അവർക്ക് എത്രത്തോളം നമ്മൾ ചെയ്തു കൊടുക്കും അത്രത്തോളം അവര് നമ്മളെ ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴോ നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ അവരെ മാത്രം സ്നേഹിച്ചാൽ. റീൽസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അറിയില്ലേ, എന്നെക്കാൾ സ്നേഹിച്ചു ഇതാക്കി, പക്ഷെ എന്നെ വിട്ടുപോയി. പല ആത്മഹത്യന്റെയും കാരണം എന്താ? പലരും ജീവനൊടുക്കുന്നതിന്റെ കാരണം എന്താ? അവരെക്കാൾ കൂടുതൽ അവര് മറ്റുള്ളവരെ സ്നേഹിച്ചു. അതുകൊണ്ടാണ്. നേരെ മറിച്ച് അവരെ സ്നേഹം പൂർണ്ണമായിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിയിട്ടാണ് അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോവില്ല. അപ്പോ നമ്മള് ഞാൻ നേരത്തെ വരികയാണ്, കണ്ണാടിയിൽ നോക്കി നമ്മളോട് ഐ ലവ് യു പറയുക, ഒരുപാട് തവണ പറയുക. അത് എത്രത്തോളം പറയുന്നു അത്രത്തോളം നമ്മളുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നത് അനുഭവിക്കട്ടെ. നമ്മളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും, ജീവിതത്തിൽ സന്തോഷം സമാധാനം വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. ചാർജ് കുറവല്ലേ? ഓക്കെ കുഴപ്പമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വരുമാനത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ റിസൾട്ട് ഹലോ എന്റെ കൂട്ടത്തിൽ ഫുള്ളായിട്ട് റെക്കോർഡൊന്നും വേണ്ട.